എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ, തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ, സ്വർഗീയ വാമഗ്നി കത്തിച്ചോനെ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപടർത്തിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഒരു സാക്ഷിയായി നിൽക്കാൻ ദൈവം ഇടയാക്കിയ വൻകൃപയ്ക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു ഹിന്ദു ഫാമിലിയിൽ ജനിച്ച എനിക്ക് ജീവനുള്ള ദൈവത്തെ അറിയാൻ ഇടയാക്കിയ വൻകൃപയ്ക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. എനിക്ക് ശരീരത്തിൽ ആദ്യം ഒരു മുഴ വന്നു. അത് ഓപ്പറേഷൻ ചെയ്തപ്പോൾ അതിൻ്റെ തൊട്ട് പിന്നിൽ 3 മുഴകൾ വന്നു. അത് മൊത്തം ശരീരം മുഴുവനും മുഴകളായി മാറുകയും അത് അതിഭയങ്കരമായ വേദനയും അത് 2 കൈകളിലും 2 കാലിലും സ്കിൻ അടന്നടന്ന് പോവുകയും ചെയ്യുമായിരുന്നു. ഇത് പാൻക്രിയാറ്റിസ് എന്ന ഒരു മാരകമായ രോഗമായിരുന്നു. അപ്പോൾ അതിഭയങ്കരമായ വേദനയോടെ മെഡിക്കൽ കോളേജിൽ പോകുന്നതിന് തലേ ദിവസം സിസ്റ്ററിനെ പ്രാർത്ഥനയ്ക്കായി വിളിച്ചപേക്ഷിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചതിന് ശേഷം സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഇതാ ദൈവം മരണാവസ്ഥയിൽ നിന്ന് ഇതാ വിടുവിച്ചിരിക്കുന്നു, ഇനി ടെസ്റ്റുകൾ നടത്തുമ്പോൾ ഒരു രോഗവും കാണുകയില്ല എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ അനേക ടെസ്റ്റുകൾ നടത്തി അതിലൊന്നിലും ഒരു രോഗവും ഇല്ല എന്ന് തെളിയുകയും ഈ രോഗം അപൂർവമായിട്ട് മാത്രം വരുന്ന ഒരു രോഗമായിരുന്നു. മെഡിക്കൽ കോളേജിൽ തന്നെ ഇത് 1-2 പേർക്കേ വന്നിട്ടുള്ളൂ. ആ വ്യക്തികൾ തന്നെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോയെന്ന് അറിയാൻ ഇടയില്ല. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച എന്റെ യേശു കർത്താവിന് കോടാനുകോടി സ്തോത്ര സ്തുതി അർപ്പിച്ചുകൊണ്ട് എളിയ സാക്ഷി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം മറച്ചു വയ്ക്കരുത്. മറച്ചു വയ്ക്കാൻ പിശാച് ധൈര്യം നൽകും. ഇത് പറയരുതേ. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒരിക്കൽ കൂടെ ആദ്യമായി ഞാൻ സാക്ഷി പറയുന്നത് എന്റെ മോൾക്ക് വേണ്ടിയാണ്. നവംബർ മാസം 25-ാം തീയതി ആശുപത്രിയിൽ അഡ്മിറ്റാക്കുകയും 4 ദിവസം പ്രസവ മുറിയിൽ കിടക്കുകയും കൊച്ചിന്റെ തല മുകളിലിരുന്ന് കീഴോട്ട് വരാതെ ദൈവം അവൾ നല്ല കഷ്ടപ്പെട്ടു. ദൈവം സിസ്റ്റർ രാത്രി 5-ാം ദിവസം രാത്രി സിസ്റ്ററിനോട് ഫോണിലൂടെ അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇതാ ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന്. പിറ്റേന്ന് രാവിലെ 12 മണിയായപ്പോൾ ദൈവം ഒരു സുഖപ്രസവം കൊടുക്കുകയും ഇവിടെ കൂടെ 7 പേരെ പ്രസവ മുറിയിൽ കയറ്റി 5 പേരെയും സിസേറിയനിൽ കൊണ്ടുപോയി. ദൈവം ഇവർക്ക് ഒരു അത്ഭുതം പ്രവർത്തിക്കുകയും ദൈവം ഒരു സുഖപ്രസവം കൊടുത്തു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അടുത്ത സാക്ഷ്യം പറയുന്നത് എന്റെ മോന് വേണ്ടിയാണ്. എന്റെ മോൻ വീട്ടിൽ ചെതല് കയറി, വീട്ടിന്റെ മുകളിൽ ചെതല് കയറിയിരുന്നു. ചെതല് തട്ടാൻ മുകളിൽ കയറിയപ്പോൾ കഴുക്കോൽ ഒടിഞ്ഞു വീണു. അവൻ വൈദ്യരെടുത്ത് എല്ലായിടും കൊണ്ടുപോയി, ഒരു കുറവും കിട്ടിയില്ല. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷത്തിന് കുറിച്ചു. ഓപ്പറേഷൻ 2 പ്രാവശ്യം ഉണ്ടായിട്ട് വീട്ടിൽ പൈസയുമായി പോയി. തിയേറ്ററിൽ 2 പ്രാവശ്യം കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ സിസ്റ്ററിനെ ഫോണിൽ കൂടെ അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന്. പിറ്റേന്ന് ഡോക്ടർ വന്ന് പറഞ്ഞു, വെയിറ്റ് ഇട്ട് കിടന്നാൽ കുറയും. 12 ദിവസം വെയിറ്റ് ഇട്ട് കിടന്നു. 13-ാം ദിവസം തിരിച്ച് വീട്ടിൽ വന്ന് വെയിറ്റ് ഇട്ട് കിടന്നു. എന്നിട്ട് ഒരു സെക്കൻഡ് സാറ്റർഡേ ആരാധനയ്ക്ക് മോൻ വെയിറ്റോടെ ഇവിടെ വന്ന് കസേരയിലിരുന്നു. ബ്രദർ വിളിച്ചു പറഞ്ഞു, ഇതാ മെഡിക്കൽ കോളേജിൽ 2 പ്രാവശ്യം ഓപ്പറേഷത്തിന് വിധി എഴുതിയ ഒരു യുവാവിത കസേരയിലിരിക്കും. ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നെന്ന്. ആ നിമിഷം തന്നെ അവന്റെ കാലുവേദനയെല്ലാം കുറയുകയും പിറ്റേ ആഴ്ചയിൽ തന്നെ അവൻ ദുബായിൽ പോവുകയും ദൈവം ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് കൊടകോടി
അടുത്ത സാക്ഷ്യം എനിക്ക് വേണ്ടിയാണ്. ഞാൻ 28 ദിവസം കൊണ്ട് പനിയും ചുമയുമായി എന്റെ 2 ചെവിയും കഫം കൊണ്ട് അടഞ്ഞു. ഞാൻ ഇവിടെ ആരാധനയ്ക്ക് വന്നിരുന്നു പ്രാർത്ഥിച്ചു. ജനുവരി 1 തീയതി ആരാധനയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ചെവിയിൽ ഒരു മുഴക്കം പോലെ കേട്ടി. എനിക്ക് ആ പാട്ടോ പ്രാർത്ഥനയോ ഒന്നും ചെവിയിൽ കേൾക്കാനില്ലായിരുന്നു. ഒരു ചെവിയിൽ കൂടെ ഒരു മുഴക്കമായിരുന്നു. അപ്പോൾ ബ്രദർ വിളിച്ചു പറഞ്ഞു, എന്റെ മുൻഭാഗത്തായിട്ടിരിക്കുന്ന ഒരു ഇടത് ചെവി അടഞ്ഞിരിക്കുന്നു. ഇതാ ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ആ നിമിഷം തന്നെ ദൈവം എന്റെ ചെവി തുറക്കുകയും എനിക്ക് അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കൊടകോടി സ്തോത്രം ചെയ്തുകൊണ്ട് എന്റെ സാക്ഷ്യം നിലനിൽക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതത്തെ കുറിച്ചാണ് ഞങ്ങൾ സാക്ഷി പറയുന്നത്. ഞാൻ ഒരു ഭവനം വയ്ക്കുന്നതിന് വേണ്ടി ബാങ്കിൽ നിന്ന് 50,000 രൂപ വായ്പയായി എടുത്തിരുന്നു. എന്നാൽ വളരെ കുറച്ച് മാത്രമേ എനിക്ക് അടയ്ക്കാൻ സാധിച്ചുള്ളൂ. പിന്നീട് 4-5 വർഷം അത് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. അങ്ങനെ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു. അപ്പോൾ ഞാൻ വളരെ ഭാരത്തിലായി. ഇനി അടുത്ത ജപ്തി നോട്ടീസായിരിക്കും വരിക എന്ന് വളരെ ഭാരത്തിലായി. ഞാനിവിടെ ഞായറാഴ്ച ആരാധനയിൽ പങ്കെടുത്തു. അപ്പൊ സിസ്റ്റർ ആരാധന മധ്യേ കടഭാരമുള്ളവർ കരമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞാനും ഭാരത്തോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. സിസ്റ്റർ വിളിച്ചു പറഞ്ഞു, അനേകരുടെ കടമിത ദൈവം അഴിച്ചിരിക്കുന്നു എന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആ ലോണ് എഴുതി തള്ളിയതായി എനിക്ക് ബാങ്കിൽ നിന്ന് അറിയുവാൻ സാധിച്ചു. ഇത്രയും അത്ഭുതം എന്റെ ജീവിതത്തിൽ ചെയ്ത കർത്താവായ യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്റെ പേര് ഓമന. എന്റെ സ്ഥലം വലിയതുറ. ഞാൻ കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നു. എനിക്ക് 4 വർഷം കൊണ്ട് ഒരു വയറുവേദന, ഭയങ്കരമായ വയറുവേദനയായിരുന്നു. അപ്പൊ 2-3 ഡോക്ടർമാരെ കാണിച്ചു. അപ്പൊ സ്കാൻ ചെയ്തപ്പോ യൂട്രസിൽ മുഴയാണെന്ന് പറഞ്ഞ് അത് യൂട്രസ് എടുത്ത് മാറ്റണമെന്നാണ് പറഞ്ഞിരുന്നത്. അവസാനം ഈ കഴിഞ്ഞ സെക്കൻഡ് പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്നപ്പോഴേ സിസ്റ്ററിന്റെ അടുത്ത് തല പിടിച്ച് പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ ഞാൻ സിസ്റ്ററിന്റെ അടുത്ത് കാര്യം ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഭയങ്കര വയറുവേദനയാണ് എന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, തൊട്ട് ഇതാ വിടുവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു, പരിപൂർണ സൗഖ്യം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയം തന്നെ എന്റെ വയറുവേദന എല്ലാം എടുത്തു മാറ്റി, മുഴകളും മാറ്റി. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ഇത്രയും സമയം വരെ ഒരു വയറുവേദന എനിക്ക് വന്നിട്ടില്ല. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച യേശുവിന് കോടാനുകോടി സ്തോത്രം പറഞ്ഞ സാക്ഷ്യത്തിലും വിരമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു സാക്ഷ്യം നിർത്തിയ ദൈവത്തിന് 1000 നന്ദി. ഞങ്ങൾ ഹിന്ദു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു എങ്കിലും ഇപ്പോൾ ജീവനുള്ള യേശുവിനെ അറിയാൻ തക്കവണ്ണം കൃപ ചെയ്ത ദൈവത്തിന് 1000 നന്ദി പറയുന്നു. എന്റെ അനിയത്തിയുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് സാക്ഷി പറയുന്നത്. 1.5 മാസമായി മാറി പനി ഉണ്ടായിരുന്നു. മാറി ഡോക്ടറെ കൊണ്ട് കാണിച്ചു, മരുന്നുകൾ കൊടുത്ത്, എന്നിട്ടും പനി ഒരു ഭേദവും വന്നില്ല. അവസാനം എക്സ്റേ എടുത്തപ്പോൾ ന്യൂമോണിയ എന്ന് കണ്ടുപിടിച്ച് അതിന് മരുന്ന് ചെയ്തു. എന്നിട്ടും പനി ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അവസാനം എന്റെ അനിയത്തി ഒരു തീരുമാനം എടുത്ത് കുഞ്ഞിനെയും കൊണ്ട് പ്രേയർ ഹാളിൽ ഒരു സാക്ഷിയെ നിൽക്കാൻ, കുഞ്ഞിന്റെ പനി യേശു എടുത്ത് മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ പനി പൂർണ്ണമായി മാറി. അവൾ പറയുന്നു, എന്റെ കുഞ്ഞിന് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ 1 മാസത്തിൽ 3 ദിവസം 4 ദിവസം ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും മരുന്നുകൾ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. 2 മാസം മുതൽ ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം 2 മാസം മുതൽ ഒരു മരുന്നോ ഗുളികയോ കൊടുക്കേണ്ടി വന്നില്ല, ഡോക്ടറെ കാണേണ്ട ഇടയും വന്നില്ല. ഇത്രയും സുഖം കൊടുത്ത ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷി നിന്ന് വിരമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഒരു സാക്ഷി പറയുന്നത് എന്റെ മകന് വേണ്ടിയാണ്. ഞാനൊരു ഹിന്ദു കുടുംബത്തിലെ അംഗമാണ്. എന്റെ മകനെ പ്രസവിച്ച് 7 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവന്റെ കണ്ണിൽ നിന്ന് പഴുപ്പ് വരുന്നത് സ്ഥിരമായിരുന്നു. ഞങ്ങൾ കണ്ണാശുപത്രിയിലെ സഹസ്രനാമം ഡോക്ടറുടെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കണ്ണില് തടവി കൊടുക്കാൻ പറയുകയും ചെയ്യുന്നു, വ്യായാമം ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ കൃത്യമായിട്ട് അത് ചെയ്യുമായിരുന്നു. പക്ഷേ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ
ഡോക്ടറുടെ വീട്ടിൽ സ്ഥിരമായി കാണിക്കുക പതിവായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് എപ്പോഴും അവൻ ഉറങ്ങി കഴിഞ്ഞിട്ട് എണീക്കുമ്പോഴേക്കും കണ്ണ് നിറഞ്ഞ് പഴുപ്പടഞ്ഞിരിക്കുന്ന അവസ്ഥയായിരുന്നു. പിള്ള കരയുമ്പോഴേക്കും കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവൻ കിടക്കയിൽ തന്നെ ഞാൻ കണ്ണിൽ കപ്പിൽ വെള്ളം എടുത്ത് പഞ്ഞി ഇട്ട് വെച്ചിരിക്കുമായിരുന്നു സ്ഥിരം. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോഴേക്കും പറഞ്ഞു, ഇത് ശരിയായില്ല, ഇത് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, നിങ്ങൾ ഇന്ന ദിവസത്തിൽ കണ്ണാശുപത്രിയിൽ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾക്ക് ഡേറ്റ് തന്നു. ഞങ്ങൾ ഡോക്ടറുടെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്ത് പോയി. കുഞ്ഞ് 1 വയസ്സ് കഴിഞ്ഞത് കൊണ്ട് മാതാവും കൂടെ കയറാൻ പറഞ്ഞ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറി പിള്ളയെ കൊണ്ടുവന്ന് ബെറ്റിൽ കിടത്തി. അവൻ ഭയങ്കര നിലവിളിയായിരുന്നു. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് പക്ഷെ വളരെയേറെ വേദനയോടുകൂടി ഞാൻ ആ അവസരത്തിൽ നിന്ന് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു. വീണ്ടും പിള്ളയുടെ കണ്ണിൽ അതേ അവസ്ഥയായിരുന്നു. വീണ്ടും ഞങ്ങൾ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞ് വീണ്ടും ഈ ഓപ്പറേഷൻ ശരിയായില്ല, വീണ്ടും ഓപ്പറേഷൻ ചെയ്യണമെന്ന്. പക്ഷെ ഞങ്ങൾ ഹിന്ദു ആയിരുന്നത്. എനിക്ക് ഈ ബസ്സിലൊക്കെ ഇരിക്കുമ്പോഴേ റോഡിന്റെ സൈഡിൽ ബ്രദറിന്റെയും സിസ്റ്ററിന്റെയും ഫോട്ടോ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. ഞാൻ അതനുസരിച്ച് ഞാൻ ഈ ആരാധനയിൽ കുഞ്ഞുമായി വന്ന് പിന്നെ വളരെ അറ്റത്തായിരുന്നു. ഒരു സെക്കൻഡ് സാറ്റർഡേ ആരാധനയിൽ ഞാൻ കരയുകയായിരുന്നു. എനിക്ക് എന്ത് പ്രാർത്ഥിക്കണം എന്ന് അറിയില്ലായിരുന്നു. അവസാന നിമിഷത്തിലെ പ്രാർത്ഥനയ്ക്ക് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഞാൻ എന്റെ മകന് വളരെ പൊക്കത്തിൽ എന്നെ സിസ്റ്ററിന്റെ കൈ പതിക്കത്തക്ക രീതിയിൽ പൊക്കി സിസ്റ്ററിന്റെ അടുത്ത് കൊണ്ടുവന്ന് കയരം പിടിച്ച് എന്നെ അങ്ങ് വാളണ്ടിയർമാർ മാറ്റിവിടുകയായിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, അത്രയും ദിവസം കണ്ണിൽ പഴുപ്പ് വന്നുകൊണ്ടിരുന്ന മകന് പരിപൂർണ സൗഖ്യം തന്നു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. അടുത്തതായി സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടി തന്നെ. ഞാൻ സ്ഥിരമായി ആരാധനയിൽ മുടങ്ങാതെ 2 മക്കളെയും കൊണ്ട് എത്ര മഴയായാലും ഈ ആരാധനയിൽ വരുന്ന ഒരു പതിവായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്കൊരു ഭവനമില്ലായിരുന്നു. ഞാൻ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഒരു ചെറിയ വീടുണ്ടായിരുന്നു, വലിയ ഓലമേഞ്ഞ വീടായിരുന്നു. ഞങ്ങൾ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ഒരു വീട് വാഗ്ദാനം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ അതിനെ പൊളിച്ചിട്ട് ഷെഡിലായിരുന്നു. 80 വയസ്സായ അമ്മയുണ്ട്, ചേട്ടൻ, മക്കളെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിന്റെ എല്ലാ രേഖകളും ശരിയാക്കി കൊടുത്തിട്ടാണ് ഞങ്ങൾ വീട് പൊളിച്ചത്. 2 മാസത്തോളം വീട് പൊളിച്ചിട്ടിരുന്നിട്ടും ഞങ്ങൾക്ക് യാതൊരു ഇതും വന്നില്ല. ഇപ്പൊ തരാമെന്ന് പറയുന്നതല്ലാതെ ഒരു ദിവസം മെമ്പർ വിളിച്ച് പറഞ്ഞ് അതിന്റെ ആ ലിസ്റ്റ് ക്യാൻസലായി, ബിന്ദുവിന് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന്. ഞാൻ വളരെയേറെ ഭാരത്തോട് രാത്രിയിൽ പ്രാർത്ഥനയ്ക്കായിരുന്നിട്ട് ഞാൻ സിസ്റ്ററിനോട് ഫോൺ വിളിച്ചു. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ കരയുകയായിരുന്നു. സിസ്റ്ററിന്റെ ക്ഷമ നശിച്ചപ്പോൾ സിസ്റ്റർ ഫോൺ കട്ടാക്കി. എന്നിട്ട് സിസ്റ്റർ വീണ്ടും എന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് എന്താണ് പ്രയാസം പറയുക, കരയല്ലേ എന്ന്. അപ്പോഴേക്കും ഞാൻ ഇതുപോലെ വിങ്ങി പറഞ്ഞു, സിസ്റ്ററെ ഞാൻ ഭവനം പൊളിച്ചിട്ടിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല സിസ്റ്ററെ, ഞങ്ങളെ കയ്യിൽ ഒരു നിവർത്തിയുമില്ല, ഞങ്ങൾ ഇന്ന നിർദ്ദേശപ്രകാരമാണ് ഭവനം പൊളിച്ചത് എന്ന്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് കണ്ണടയ്ക്കുക, ദൈവം ഇത് അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നു എന്ന്. അതിശയമെന്ന് പറയട്ടെ, പിറ്റേന്ന് സെക്കൻഡ് സാറ്റർഡേ ആരാധനയായിരുന്നു. ഞാൻ എന്റെ മക്കളെ കുളിപ്പിച്ച് അതിരാവിലെ ഞങ്ങൾ ഇത് ആരാധനയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ വീടിന്റെ നടയിൽ നിന്നുകൊണ്ട് മുമ്പർ വിളിക്കുകയുണ്ടായി, ബിന്ദു ഓടിവാ, നിങ്ങൾക്ക് അതിന്റെ ലിസ്റ്റ് വീണ്ടും വന്നിരിക്കുന്നു, ഇതിന്റെ എല്ലാ രേഖകളുമായി തിങ്കളാഴ്ച ദിവസം പഞ്ചായത്തിൽ എത്തുക. ദൈവം അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി കർത്താവേ, 1 ആണ്ട് കൂടെ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതിനായി സ്തോത്രം. ഒരു പുതിയ ആണ്ടിൽ ഉപവാസത്തോടെ ദൈവസനെ മുട്ടുകുത്തുവാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം തന്നതിനായി സ്തോത്രം. വാ തുറന്ന് സ്തുതിച്ചാട്ടെ. ആരും ദൈവത്തെ സ്തുതിക്കുന്ന പിശുക്ക് കാണിക്കരുത്. ആരും ദൈവത്തെ സ്തുതിക്കുന്ന മടി കാണിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊടും കാറ്റുപോലെ ദിവ്യ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നു. കൊടും കാറ്റുപോലെ ദിവ്യ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നു. I see God's power in the form of a wall of fire. തീമടിലായി ദൈവശക്തി നിങ്ങളെ ചുറ്റും. തീമടിലായി ദൈവശക്തി നിങ്ങളെ ചുറ്റും. ആർപ്പിടുക. തണുത്തു നിൽക്കരുത്, ഉറങ്ങി നിൽക്കരുത്. ദൈവജനം ആത്മാവിൽ നിറഞ്ഞ് ആർപ്പിടുക. കൃപ വ്യാപരിക്കുന്നു.
ദൈവകൃപ വ്യാപരിക്കുന്നു. രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ. രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ. സത്യമഴിയോ വാണ്ടിലുമായ യേശുരാജൻ പാദം ചുംബിക്കാൻ സത്യമഴിയോ വാണ്ടിലുമായ യേശുരാജൻ പാദം ചുംബിക്കാൻ நான் ஆசைக்கும் பாராம் என்றேன் வெளிச்சம் நான் ஆறு பேடிக்கும் கர்த்தனண்டே ஆபயம் இடைய சேஷ்டன் கிறிஸ்து வீரிய பூஜ்யமுள்ளோ கரம் பிடிச்சு நாயிக்கும் நன்னே. இடைய சேஷ்டன் கிறிஸ்து വീര പൂജ്യമുള്ളോ കരം പിടിച്ചു നായിക്കും നന്നെ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര പൂജ്യമുള്ളോ. അഗ്നി 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 അഭിഷേക തീ അഭിഷേക തീ അഭിഷേക തീ അഭിഷേക തീ അഭിഷേക തീ എല്ലാരിലും 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 വാ തുറക്കുക വാ തുറക്കുക. നിങ്ങളിൽ അവൻ ക്രൈസ്റ്റ് ഇൻ യു ക്രൈസ്റ്റ് ഇൻ യു നിങ്ങളിൽ കർത്താവ് നിങ്ങളിൽ കർത്താവ് നിങ്ങളിൽ കർത്താവ്. ആമേൻ ആമേൻ ആമേൻ. സ്വർഗീയ കവാടം നിങ്ങൾക്കായി തുറക്കപ്പെടുന്നു. ഇപ്പോൾ 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 വചനം ശ്രദ്ധിക്കുവാൻ ഹൃദയത്തെ അടച്ചു വച്ചിരിക്കുന്ന സകല ദുഷ്ടന്റെ ബന്ധന കയറും യേശുവിൻ നാമത്തില് ഇപ്പോൾ അറുത്തെറിയുന്നു. I break it off. I break it off. In the name of Jesus. In the name of Jesus. In the name of Jesus. Hallelujah. ദൈവമേ അങ്ങ് സംസാരിക്കണം, ഞങ്ങൾ കേൾക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കാം. സങ്കീർത്തനം 55:22 സംഗീതங்களின் புத்தகம் 55ஆம் அதிகாரம் 22ஆம் வசனம். സങ്കീർത്തനം 55:22. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ ഹല്ലേലൂയ. പുതിയ ഭാരവുമായി പുതിയ പ്രശ്നവുമായി പുതിയ രോഗവുമായി പുതിയ നിന്ദയുമായി ദൈവ സന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവജനമേ, ദൈവം തന്നെ നിന്നോട് അരുളി ചെയ്യുന്ന നിന്റെ ഭാരം ചുമക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ മേൽ വച്ചുകൊള്ളുക. God is speaking unto you individually വ്യക്തിപരமாக ദൈവം നിന്നോട് സംസാരിക്കുന്ന നിന്റെ ഭാരം നീ കൊണ്ട് ചുമക്കരുത്. ദൈവം അരുളി ചെയ്യുന്ന അത് എന്റെ മേൽ വെച്ചുകൊള്ളുക. ഹല്ലേലൂയ. കർത്തർ മേൽ ഉൻ പാപത്തെ வைத்துவிடு. கர்த்தர் மேல் உன் பாரத்தை வைத்துவிடு, அவர் உன்னை ஆதரிப்பார். ஆமென். Cast your burden on him. He will sustain you. He will sustain you. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. യഹോവ നിന്റെയും എന്റെയും ജീവിതത്തിൽ കാട്ടുന്ന മാർഗമുണ്ടല്ലോ, അത് കൺഫ്യൂഷൻ നിറഞ്ഞ മാർഗമല്ല, അത് കഷ്ടപ്പാട് നിറഞ്ഞ മാർഗമല്ല,
അത് പ്രയാസമുള്ള മാർഗമല്ല. എന്റെ ദൈവം നിനക്ക് കാണിക്കുന്ന മാർഗം ജീവന്റെ വളരെ സ്മൂത്തായ മാർഗം. ഹല്ലേലൂയ. യേശുവിന്റെ മാർഗം അനുഗ്രഹത്തിൻ മാർഗം. ആദിയിൽ ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കുവാൻ ആഗ്രഹിച്ച ദൈവം സ്വർഗം വിട്ട് താണിറങ്ങി വന്ന് ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 16 വചനത്തിൽ ലോത്തിന് ഭാര്യ പെൺമക്കളെ കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്താക്കിയിട്ട് കൽപ്പിക്കുന്നു, ഓടിപ്പോകാം. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 17 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ജീവ രക്ഷയ്ക്കായി ഓടിപ്പോകാം. ഫ്ലീ ഫോർ ലൈഫ്. Flee for life. God says, flee for life. പുറകോട്ട് നോക്കരുത്. പർവ്വതം നോക്കി രക്ഷയ്ക്കായി ഓടിപ്പോകാം. ദൈവം കാണിച്ച മാർഗം രക്ഷയുടെ മാർഗം, ജീവന്റെ മാർഗം, അനുഗ്രഹത്തിൻ മാർഗം, നിത്യ ജീവന്റെ മാർഗം. ഈ ലോകത്തിൽ സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ 2 തരത്തിലുള്ള മാർഗങ്ങൾ ഉണ്ട്. ജെറേമിയ 21:8 നമ്മ പഠിപ്പിക്കുന്നു. നമ്പർ 1 മരണത്തിന്റെ വഴി, നമ്പർ 2 ജീവന്റെ വഴി. മരണത്തിന്റെ വഴി, ജീവന്റെ വഴി. നീ എതിനെ തിരഞ്ഞെടുക്കാൻ പോകുന്നു? മൈ ബ്രദർ, ഇറ്റ് ഈസ് അപ് ടു യു. മൈ സിസ്റ്റർ, ഇറ്റ് ഈസ് അപ് ടു യു. നീ എന്താണ് ഈ പുത്താണ്ടിൽ തിരഞ്ഞെടുക്കാൻ പോകുന്നത്? ദൈവം 2 മാർഗങ്ങൾ നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ജീവന്റെ മാർഗം, മറ്റൊന്ന് മരണത്തിന്റെ മാർഗം. മരണത്തിന്റെ മാർഗമോ സങ്കീർത്തനം 1 അധ്യായം 1 വചനത്തിൻ പ്രകാരം അത് പാപിയുടെ മാർഗം, അത് പാപിയുടെ വഴി. സദൃശവാക്യം 4 അധ്യായം 14 വചനം നമ്മെ പഠിപ്പിക്കുന്നു, അത് ദുഷ്ടന്റെ വഴി. സദൃശവാക്യം 12 അധ്യായം 15 വചനം അത് ബോഷന്റെ വഴി. സദൃശവാക്യം 13 അധ്യായം 15 വചനത്തിൻ പ്രകാരം അത് ദ്രോഹിയുടെ വഴി. മത്തായി സുവിശേഷം 7 അധ്യായം 13 വചനത്തിൻ പ്രകാരം അത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ദോഷത്തിലേക്ക് തിരിയുന്നവരുടെ, നാശത്തിലേക്ക് തിരിയുന്നവരുടെ മാർഗം. കർത്താവ് ലോത്തിന് കുടുംബത്തിന് കാണിച്ചു കൊടുത്ത മാർഗമോ ജീവന്റെ മാർഗം. ആ ജീവന്റെ മാർഗത്തിൽ കൂടി ഓടി പർവ്വതമാം ക്രിസ്തുവിന്റെ മുഖം ദർശിക്കുവാൻ ആഗ്രഹിക്കാതെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 26 വചനത്തിൻ പ്രകാരം തന്റെ ഭർത്താവ് ലോത്തിന്റെ പുറകിൽ അവൾ നിന്ന്, ഓടേണ്ടവൾ നിന്ന്, പ്രാർത്ഥിക്കേണ്ടവൾ ഉറങ്ങി, ദൈവത്തെ സ്തുതിക്കേണ്ടവൾ പിറവിറുത്ത് ഓടുന്നവൾ നിന്ന്. കർത്താവിന്റെ കൽപ്പനയ്ക്ക് വിരോധമായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അവൾ ഭർത്താവിന്റെ പുറകിൽ നിന്ന് പുറകിൽ തിരിഞ്ഞു നോക്കി, പുറകോട്ട് തിരിഞ്ഞു നോക്കി. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ദൈവം അവളെ അടിച്ച്. ഉൽപ്പത്തി പുസ്തകം 19:26 നമ്മെ പഠിപ്പിക്കുന്നു, അവൾ ഉപ്പുതൂണായി ഭവിച്ച്. ഹി became a salt pillar. Lord's wife became a salt pillar. അതിന്റെ അർത്ഥം താനും നഷ്ടപ്പെട്ട് മറ്റവർക്കും തടസ്സമായി. നാം ഓടുന്ന മാർഗം നമുക്ക് രക്ഷ നൽകുന്ന മാർഗമായിരിക്കണം, മറ്റവർക്കും രക്ഷ നൽകുന്ന മാർഗമായിരിക്കണം. അതിന്റെ പേരാണ് ജീവന്റെ മാർഗം. ജീവന്റെ മാർഗം. മർക്കോസ് 12:14 പ്രകാരം അത് ദൈവത്തിന്റെ വഴി. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 3 അധ്യായം 17 പ്രകാരം അത് സമാധാനത്തിന്റെ വഴി. അപ്പോസ്തല പ്രവൃത്തികൾ 16 അധ്യായം 17 വചനത്തിൻ പ്രകാരം അത് രക്ഷയുടെ വഴി. നിന്റെ മുമ്പിൽ രക്ഷയുടെ വഴിയും ഉണ്ട്, ശിക്ഷയുടെ വഴിയുമുണ്ട്. ദൈവം കാണിക്കുന്ന വഴിയോ രക്ഷയുടെ വഴി. വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന, ദൈവം കാട്ടുന്ന ഈ മാർഗത്തിൽ കൂടി പോകുമ്പോൾ ഭാരം,
പ്രയാസം എങ്ങനെ കടന്നു വന്ന് വേദപുസ്തകം എന്ന പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 12-ാം വചനത്തിൻ പ്രകാരം all flesh, the Bible says, corrupted his way. All the flesh corrupted his way. എല്ലാ ജഡമും ദൈവത്തിന്റെ വഴിയെ വഷളാക്കി കളഞ്ഞു. ആമേൻ. എല്ലാ മനുഷ്യരും സ്വർഗത്തിലിരുന്ന് ദൈവം ഭൂമിയെ നോക്കി ഇപ്രകാരം മനക്കൈപ്പോട് നിലവിളിക്കുന്നു, എന്റെ മാർഗത്തെ ഈ ജനം വഷളാക്കി കളഞ്ഞ്. All flesh corrupted my way. All people corrupted my way. എന്റെ മാർഗത്തെ ഇവർ വഷളാക്കി കളഞ്ഞ്. ദൈവത്തിന്റെ മാർഗം നേരുള്ളവർക്ക് അത് ദുർഗം. കരം ഉയർത്തിയാട്ടെ. ദൈവത്തിന്റെ മാർഗം സദൃശവാക്യം 10:29 പ്രകാരം നേരായി നടക്കുന്നവർക്ക് അതൊരു ദുർഗം. ദുഷ്ടന്മാർക്കോ ദൈവത്തിന്റെ മാർഗം നാശകരം. കഴിഞ്ഞ പുത്താണ്ട് ശുശ്രൂഷയിൽ ഒരു കോർട്ട് സൂപ്രണ്ടിന്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടതാണ്. ദൈവം ഇല്ലാതെ ജീവിച്ചപ്പോൾ, യേശുവിന്റെ അടുക്കൽ വിശ്വാസം അർപ്പിക്കാതെ സാധാരണ ഒരു മനുഷ്യനായി ജീവിച്ചപ്പോൾ എല്ലാം നഷ്ടമായി. വീട് നഷ്ടമായി, ആരോഗ്യം നഷ്ടമായി, ഭവനം നഷ്ടമായി. ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ പ്രബോധനം കേട്ട് പ്രയർ ഗാർഡൻസ് ആരാധന ക്രമമായി കടന്നു വന്ന് കർത്താവിനെ സ്നേഹിച്ച് അവന്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ച് ജീവിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് ഒക്കെയും 2 മടങ്ങായിട്ട് അല്ല 3 മടങ്ങായി കർത്താവ് മടക്കിക്കൊടുത്ത്. നഷ്ടപ്പെട്ട വാഹനത്തിന് പകരം വാഹനം, നഷ്ടപ്പെട്ട ഒരു വീടിന് പകരം 3 വീടുകൾ. ആമേൻ. രക്ഷ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവ പൈതലെ, നിനക്ക് ദൈവത്തിന്റെ മാർഗം ഒരു ദുർഗം, ദുഷ്ടന്മാർക്ക് ഇത് നാശകരം. ആമേൻ. പാപത്തിൽ നിന്ന് എന്നെ കോരിയെടുപ്പാനായി ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ മഹാ ശിക്ഷകളേറ്റ ദേവാത്മജ എന്നെ അൻപോട് ദീനം തോറും നാട പൊന്നീട് ഏനനണ്ടം വാണ്ടനമേ പൊന്നീട് ഏനനണ്ടം വാണ്ടനമേ. ഈ പാട്ടും കൈയടിയും പോരാ. കുറച്ചുകൂടെ ശബ്ദമായി, കുറച്ചുകൂടെ ഉണർവോട്, കുറച്ചുകൂടെ സന്തോഷത്തോട്, അയ്യോ ഇവിടെ വരേണ്ടി വന്നല്ലോ എന്ന് ദുഃഖിച്ചുകൊണ്ടല്ല, ഇവിടെ വന്നിരുപ്പാൻ ദൈവം ഭാഗ്യം തന്നതല്ലോ എന്നുള്ള സന്തോഷത്തോട് കരം തട്ടുക. കരം ഉയർത്തി കരം തട്ടുക. കരം ഉയർത്തി കരം തട്ടുക. കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആമേൻ. ആമേൻ. കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുമ്പാകെ മുറ്റും. കരമുയർത്തി വഴി ഉള്ളവനെ എന്നെ മുറ്റോ നിർത്താൻ കളി ഉള്ളവനെ എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടും നീന കേശുപര ഇപ്പോൾ ചെയ്യേണ്ടും നീന കേശുപര നന്ദി കൊണ്ടെന്റെ ഉള്ളം നിറയുന്നേ സന്നാഗ മോടെ സ്തുതി പാടിടുന്നേ
ദേവാ സന്നാങ് മോടെ സ്തുതി പാടിടുന്നേ. അന്ത്യം വരെയും എന്നെ കാവൽ ചെയ്തിടുവ അണ്ടീങ്ക ഉള്ള മകൻ ശക്തി നീയേ. ദേവാം Ragala jana shagala ragala jana shaladana ragala dana kruba ഉയരത്തിലെ കൃപ പവർ ക്ഷീണം മാറുന്നു, നിരാശ മാറുന്നു, പാപജീവിതം മാറുന്നു, പെറുപെറുപ്പ് മാറുന്നു. സ്വദ്രം സ്തുതി നിന്റെ ഉള്ളിൽ, നിന്റെ ഹൃദയത്തിൽ. ആമേൻ ആമേൻ. അവൻ വന്നിട്ടുണ്ട്. കർത്താവേ, ഈ പുട്ടാണ്ടിൽ ആദ്യ ആരാധനയിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദിവ്യകരം ഇവരെ തൊടട്ടെ. ടച്ച് ഇൻഡിവിജ്വലി and bless everyone. തൊട്ട് അനുഗ്രഹിച്ചതിനായി നന്ദി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഭാരം എന്തുകൊണ്ട്? നമ്പർ 1, യോഹന്നാൻ സുവിശേഷം 16 അധ്യായം 33 ശ്രദ്ധിക്കാം. യോഹന്നാൻ 16:33. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ. യേശു കർത്താവ് അരുളി ചെയ്യുന്നു, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ യേശുവായ ഞാൻ സത്യ ദൈവമാം, നിത്യ ദൈവമാം, സർവശക്തനാം, സർവവ്യാപിയാം, സർവജ്ഞാനിയാം, സർവത്തെയും സൃഷ്ടിച്ചവനാം, മരിച്ചിട്ട് ഉയർത്തവനായ ഞാൻ ലോകത്ത് ജയിച്ചിരിക്കുന്നു. ആമേൻ. I have overcome every affliction, every tribulation in the very world. ഈ ലോകത്തുള്ള എല്ലാ കഷ്ടതയും ഞാൻ ജയിച്ചിരിക്കുന്നു. മകനെ, മകളെ, എന്റെ നാമത്തിൽ സന്നിധിയിൽ കടന്നു വരുന്ന നിനക്കും എല്ലാ കഷ്ടതയും ജയിപ്പാൻ ഉള്ള വരം, കൃപ, ശക്തി നിങ്ങൾക്ക് നൽകും. ആമേൻ. പല കാരണങ്ങൾ ഉണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കഷ്ടത കടന്നു വരുവാൻ, ഭാരം കടന്നു വരുവാൻ, ബുദ്ധിമുട്ട് കടന്നു വരുവാൻ പല കാരണങ്ങൾ ഉണ്ട്. ഇന്ന് നാം രണ്ട് കാരണം ശ്രദ്ധിക്കാൻ പോകുന്നു. ഒന്നാമത് സങ്കീർത്തനം 107:17 നമ്മെ പഠിപ്പിക്കുന്നു, മൂഢന്മാർ കഷ്ടപ്പെട്ട്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. Fools suffer. മൂഢന്മാർ കഷ്ടപ്പെട്ട്. നീ മൂഢനായി ജീവിച്ചാൽ കഷ്ടത ഓട്ടോമാറ്റിക്കായി നിന്നെ പിന്തുടരും. ആർ മൂഢൻ? Who is a fool? വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനാണെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുവാൻ മെനക്കെടാത്തവൻ എവനോ അവൻ മൂഢൻ. He is a fool. ദൈവം വേണ്ടാമെന്ന് സാക്ഷീകരിക്കുന്നവൻ മൂഢൻ. He is a fool. അവൻ ബോഷ്കൻ. വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന സങ്കീർത്തനം 107:17 പ്രകാരം പാപത്തിൽ ജീവിക്കുന്നവൻ മൂഢൻ. സങ്കീർത്തനം 53:1 പ്രകാരം, സങ്കീർത്തനം 14:1 പ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവം ഇല്ല എന്ന് ഹൃദയത്തിൽ ചിന്തിക്കുന്നവൻ മൂഢൻ. സദൃശവാക്യം 1:7 പ്രകാരം പ്രബോധനം ത്യജിക്കുന്നവൻ മൂഢൻ. A man who rejects God's counseling is a fool. പ്രബോധനം ത്യജിക്കുന്നവൻ മൂഢൻ.
ഒരു 8 മാസങ്ങൾക്ക് മുമ്പ് ഒരു പട്ടണത്തിൽ ശുശ്രൂഷയ്ക്കായി ഞാൻ കടന്നുപോയി. എന്നെ കാണാൻ വേണ്ടി ഡാക്ടർമാരായ ദമ്പതികൾ എത്തിയിരുന്നു. ഭാര്യ ഡാക്ടർ, ഭർത്താവും ഡാക്ടർ. ഭർത്താവ് കൺ ഡാക്ടറാണ്, ഭാര്യ ഗൈനക്കോളജിസ്റ്റ്. ആ ഭാര്യ ഒരു പ്രാർത്ഥന വിഷയം സമർപ്പിച്ച്, അയ്യോ ബ്രദർ, ഈ പട്ടണത്തിന്റെ ലീഡിംഗ് ഡോക്ടറാണ് എന്റെ ഭർത്താവ്. പക്ഷേ ഒരു ചെറിയ കുഴപ്പമേ ഉള്ളു, 24 മണിക്കൂറും വെള്ളം. രാത്രി വെള്ളം, പകലിൽ വെള്ളം, ഡ്യൂട്ടി സമയത്ത് വെള്ളം, എപ്പോഴും ചാരായം, എപ്പോഴും കള്ള്. ഒരു LKG പഠിക്കുന്ന കുഞ്ഞിനെ അടുത്തിരുത്തി ലാളിച്ച് സ്നേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത് പോൽ ആ കണ്ടക്ടറിന്റെ അടുത്തിരുത്തി യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ഒരു തീർമാനം എടുപ്പിച്ച് ഞാനിനി കുടിക്കുകയില്ല. ഞാൻ ആ പട്ടണം വിട്ട് അപ്പോൾ തന്നെ ആ തീർമാനം അയാൾ തൂക്കിയെറിഞ്ഞു. വീണ്ടും മദ്യം, വീണ്ടും മദ്യം. ഒരാഴ്ചക്കകം ഇയാൾ ഓപ്പറേഷൻ തിയേറ്ററിലും മദ്യപിച്ചിട്ട് കടന്നുപോയി. വലത് കണ്ണ് ഓപ്പറേഷൻ ചെയ്യേണ്ട വ്യക്തിയുടെ ഇടത് കണ്ണ് പറിച്ചെടുത്തു. പോലീസ് വന്ന് അറസ്റ്റിലായി. ഇന്ന് ജയിലിലാണ് ആശ, ജയിലിലാണ്. സകല ഡാക്ടർമാർ വിധി എഴുതുന്നു, ഇവൻ മൂടൻ, ഇവൻ മൂടൻ. പ്രബോധനം പിടിച്ചു കളയുന്നവൻ എവനോ അവൻ മൂടൻ. സ്വർഗത്തിലെ ദൈവം ജോന പ്രവാചകനോട് അരുളി ചെയ്യുന്നു, നീ നിനിവയിലേക്ക് പോകാം. This is a commandment of Almighty God. നീ നിനിവയിലേക്ക് പോകാം. ആ അരുളപ്പാട് ഇവൻ ത്യജിച്ച് ഇവൻ തർശീസിലേക്ക് കടന്നുപോയി. പ്രവചനം, പ്രബോധനം അവൻ ത്യജിച്ചു കളഞ്ഞ് സംഭവിച്ച നിങ്ങൾക്കറിയാം. കപ്പലിന്റെ അടിത്തട്ട്, പിന്നെ സമുദ്രത്തിന്റെ അടിത്തട്ട്, പിന്നെ മത്സ്യത്തിന്റെ വയറ്. അവൻ നിലവിളിച്ച് പ്രബോധനം ത്യജിക്കുന്നവൻ മൂടൻ, മൂടൻ. നല്ല ആലോചന ധിക്കരിക്കുകയും ദുഷ്ട ആലോചന കൈക്കൊള്ളുകയും ചെയ്ത ദാവീദിന്റെ മകൻ അബ്സലോം രാജകുമാരന്റെ ചരിത്രം നിങ്ങൾക്കും എനിക്കും അറിയാം. കോവേറ് കഴുത പൂട്ടി പറന്ന് യാത്ര ചെയ്ത വ്യക്തി കരുവേലകത്തിന്റെ മരം തിക്കി നിൽക്കുന്ന സ്ഥലത്തിലെത്തി മരത്തിന്റെ കൊമ്പ് ഇവൻ കോവേറ് കഴുതയിൽ ഓടുമ്പോൾ അവന്റെ തലമുടയിൽ ചിക്കി, തലമുടിയിൽ ചിക്കി, തലമുടയിൽ ചിക്കി. അബ്സലോം കൊമ്പിൽ ബന്ധിക്കപ്പെട്ട് നിൽക്കുമ്പോൾ ആ സെക്കൻഡിൽ കോവേറ് കഴുത വേഗത്തിൽ പാഞ്ഞുപോയി. ഒരു ചെത്ത പട്ടിയെ പോലെ കരുവേലക കൊമ്പിന്റെ ഒരു കൊമ്പിൽ നിന്ന് ചെത്ത്. നല്ല ആലോചന ത്യജിക്കുന്നവൻ മൂടൻ, മൂടൻ, മൂടൻ. നിന്റെ പാപ ജീവിത മുഖാന്തരം കഷ്ടത. രണ്ടാമത് വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന 2 തിമോത്തിയോസ് 3 12 വചനത്തിൻ പ്രകാരം, സങ്കീർത്തനം 91:15 പ്രകാരം, 1 പത്രോസ് 4 16 വചനത്തിൻ പ്രകാരം ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ള എല്ലാവർക്കും ഈ ലോകം തരുന്നത് ഉപദ്രവമാണ്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. നേരായി ജീവിക്കുന്നത് മുഖാന്തിരം ഉണ്ടാകുന്ന കഷ്ടത, കഷ്ടത. ഈ കഷ്ടത ഒരു നീതിമാന്റെ ജീവിതത്തിൽ വരുമ്പോൾ അവന് സംഭവിക്കുന്നത് നാശമാണോ ഗുണമാണോ? എന്താണ്? ഗുണമാണ്. കഷ്ടത നീതിമാന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഗുണമാണ്. കഷ്ടത മുഖാന്തിരം ദൈവ പൈതലെ നിന്റെയും എന്റെയും ജീവിതത്തിൽ പ്രയോജനം ഉണ്ട്, പ്രയോജനമുണ്ട്. കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ പിറുപിറുക്കല്ലോ, ഇതിന്റെ അനന്തര ഫലം ഒരു പ്രയോജനം ദൈവം കണ്ടിട്ടുണ്ട്.
എന്താണ് ഈ പ്രയോജനം? ആവർത്തന പുസ്തകം 4-ാം അധ്യായം 30-ാം വചനം നമ്മ പഠിപ്പിക്കുന്നു, നീ ക്ലേശത്തിലാകുമ്പോൾ നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് അവന്റെ വാക്ക് നീ അനുസരിക്കും. ആമേൻ. നീ കഷ്ടതയിലേക്ക് വരുമ്പോൾ നീ ദൈവത്തിന്റെ ഭാഗത്തിൽ തിരിഞ്ഞ് അവന്റെ വാക്ക് നീ അനുസരിക്കും. ശരിയാണോ? ഇത് ശരിയാണോ ഈ വചനം? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്യാൻസർ സെന്ററാണ് ഏറ്റവും വലിയ പള്ളിയാകേണ്ടത്. ഏറ്റവും വലിയ സഭ ആകേണ്ടത് നമ്മുടെ ക്യാൻസർ സെന്ററിലാണ്. കഷ്ടതയിൽ വരുമ്പോൾ ദൈവഭാഗത്തിലേക്ക് ഒരു മനുഷ്യൻ തിരിഞ്ഞ് വചനം അനുസരിക്കും എന്നുള്ള വചനം സത്യമാണെങ്കിൽ എല്ലാവരും അനുസരിക്കുകയില്ല. അല്പമെങ്കിലും നേരാകണം എന്നുള്ള ചിന്ത ഇവിടെ ഉണ്ടാകണം. നമുക്ക് എല്ലാരെയും നേരെയാക്കുവാൻ കഴിയുകയില്ല. ചില മനുഷ്യർ കഴുതകളാണ്, ചില മനുഷ്യർ പന്നികളാണ്, ചില മനുഷ്യർ എരുമ മാടുകളാണ്. അല്പമെങ്കിലും ദൈവ പൈതലെ ഇനി ഗുണം പിടിക്കണമെന്നുള്ള ചിന്ത നിന്റെ ഉള്ളിൽ വന്നാൽ കഷ്ടത വരുമ്പോൾ നീ ദൈവത്തിലേക്ക് തിരിയും. അവന്റെ വചനം നീ അനുസരിക്കും. ദൈവം വചനം അനുസരിക്കുന്നവനാകുന്ന യോഹന്നാൻ 15:10 പ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്നവൻ, ദൈവത്തെ സ്നേഹിക്കുന്നവന് സക്ഷമ 8:17 പ്രകാരം ദൈവം അവനെ സ്നേഹിക്കും. ദൈവം എങ്ങനെ അവനെ സ്നേഹിക്കും? അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന റോമർ 5:5 പ്രകാരം എന്റെ പരിശുദ്ധ ആത്മാവിനെ അവന്റെ ഹൃദയത്തിൽ നിറച്ച് അവനെ സ്നേഹിക്കും. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഐസ എഴുതുന്ന 11:2 ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് മൈറ്റ്. ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് മൈറ്റ്. അത് ബലത്തിന്റെ ആത്മാവ്. അപ്പോ കഷ്ടം വരുമ്പോൾ ഉണ്ടാകുന്നത് ക്ഷീണമല്ല, ബലമാണ്. ഹല്ലേലൂയ, ബലമാണ്. കഷ്ടത കടന്നു വരുമ്പോൾ ഉണ്ടാകുന്നത് ക്ഷീണമല്ല, ബലമാണ്. യോഹന്നാൻ 15-ാം അധ്യായം 2-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ കഷ്ടത വരുമ്പോൾ അവൻ അധികം ഫലം പുറപ്പെടുവിക്കും. 1:3:17 നമ്മെ പഠിപ്പിക്കുന്ന ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ അവൻ വിശ്വാസത്തിൽ വർദ്ധിക്കും. വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഐശ്യ 48:10 പ്രകാരം ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ അവൻ ശുദ്ധീകരണം പ്രാപിക്കും. He shall be refined through tribulation. അവൻ ശുദ്ധീകരണം പ്രാപിക്കും. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 3-ാം വചനത്തിൻ പ്രകാരം കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എങ്കിൽ ചുരുക്കമായി നീ അനുഭവിക്കുന്ന കഷ്ടത മകനെ മകളെ നിരാശയല്ല ഉളവാക്കുന്നത്, പ്രത്യാശയെ ഉളവാക്കുന്നു.